പ്രിയമുള്ളവരെ നമസ്കാരം. 2024 എന്ന വർഷം മലയാള സിനിമയ്ക്ക് നല്ല കാലമായിരുന്നു എന്നാണ് പൊതുവിൽ ഇപ്പോഴും വിലയിരുത്തപ്പെടുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത വമ്പൻ ഹിറ്റുകളും അതിനേക്കാൾ ഉഗ്രൻ വീഴ്ചകളും ഒക്കെ കണ്ട വർഷമാണ് 2024. തിയേറ്ററിലും വിവിധ OTT പ്ലാറ്റ്ഫോമുകളിലുമായി ഏതാണ്ട് 220-ലധികം സിനിമകൾ പിറന്ന വർഷമാണ് ഈ കഴിഞ്ഞുപോയ വർഷം. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ സിനിമകളിൽ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബാറോസ്, മലയാളത്തിൻ്റെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ, അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണത്. ആ ബാറോസിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. എല്ലാവർക്കും സ്വാഗതം. സാധാരണ ഈ മമ്മൂട്ടി മോഹൻലാൽ സിനിമകൾ ആദ്യ ദിവസം തന്നെ ആദ്യ ഷോ തന്നെ കാണുന്ന ഒരു ശീലമാണ് എനിക്കുള്ളത്. കാരണം ഈ രണ്ട് നടന്മാരും സിനിമയിലേക്ക് കടന്നു വന്ന ആ കാലത്താണ് ഞാനും സിനിമ കൂടുതലായി കാണാനും ആസ്വദിക്കാനും ഒക്കെ തുടങ്ങിയത്. മോഹൻലാൽ തന്നെ പറയുന്നത് ഏതാണ്ട് 47 വർഷക്കാലമായി അദ്ദേഹം സിനിമ എന്ന മീഡിയയിൽ നമ്മളോടൊപ്പം ഉണ്ടെന്നാണ്. അത് ശരിയാണ്. ആ 47 വർഷത്തെ എന്ന് വെച്ചാൽ ഏതാണ്ട് അരനൂറ്റാണ്ട് കാലത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവം, സിനിമാ അനുഭവം, ആ അനുഭവം തെളിയിക്കപ്പെടേണ്ട ഒരു പബ്ലിക് എക്സാം ആയിരുന്നു സത്യത്തിൽ ഈ ബാറോസ്. ആ പരീക്ഷയിൽ അല്ലെങ്കിൽ ആ പരീക്ഷണത്തിൽ മോഹൻലാലിന് എത്ര മാർക്ക് കിട്ടിയെന്ന് ഓരോ പ്രേക്ഷകനും വിലയിരുത്തും. അത് അവർ വിളിച്ചു പറയുകയും ചെയ്യും. അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ മൊത്തം അങ്ങ് കുറ്റമായി പോയി എന്ന് പറഞ്ഞ് ഈ സിനിമയെ അവഗണിക്കാനും നമുക്ക് കഴിയില്ല. തീർച്ചയായും മലയാളികൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന വിധത്തിൽ സ്വീകരിക്കപ്പെടേണ്ട സിനിമയാണ് ഇത് എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. കറകളഞ്ഞത്, കുറ്റമറ്റത് എന്നൊന്നും പറയാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ഈ സിനിമ പുറത്തിറങ്ങുന്നത് വരെ ഈ സിനിമയുടെ പ്രസക്തി എന്താണ് എന്നത് വലിയ ചർച്ചയായിരുന്നു. നമ്മുടെ തിയേറ്റർ സ്ക്രീനുകളിൽ അടിയും ഇടിയും വെടിയും ചോരപ്പുഴയും ഒക്കെ ഒഴുകുന്ന ഈ സമീപകാലത്ത് അത്തരം സിനിമകളിലേക്ക് ആകർഷിക്കപ്പെടാത്ത ആളുകൾക്ക്, എന്ന് വെച്ചാൽ എന്നെ പോലെയുള്ള ആളുകൾക്ക് ഒരാശ്വാസം നൽകാൻ കഴിയുന്ന ഒരു സിനിമയാണ് ബാറോസ് എന്ന അവകാശവാദം ഞാൻ പൂർണ്ണമായും അംഗീകരിക്കുന്നു. എന്നാൽ അരനൂറ്റാണ്ട് കാലമായി നമ്മൾ ആരാധിക്കുന്ന മോഹൻലാൽ എന്ന നടനിൽ നിന്നും അദ്ദേഹം തന്നെ നിർമ്മിച്ച്, അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത്, അദ്ദേഹം തന്നെ നായകനാകുന്ന അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന നിലയിൽ നമ്മൾ പ്രതീക്ഷിച്ചത് നമുക്ക് കിട്ടിയോ എന്നത് ഒരു പ്രധാന വിഷയമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ബാറോസ് എന്ന ഭൂതം വന്ന വഴി നമ്മളൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. അപ്പോൾ നമുക്ക് കൂടുതൽ വലിയ നിരാശയൊന്നും ഈ സിനിമയെപ്പറ്റി ഉണ്ടാകാനുള്ള സാധ്യതയും ഇല്ല. എങ്ങനെയാണ് ഈ ബാറോസ് ഉണ്ടായത്? അതിന് കാരണക്കാരൻ സത്യത്തിൽ നവോദയ എന്ന സിനിമാ കമ്പനിയുടെ മുതലാളിയായിരുന്ന നവോദയ അപ്പച്ചൻ്റെ മകൻ ജിജോ പുന്നൂസാണ്. ജിജോ പുന്നൂസ് എന്ന സിനിമാക്കാരനെ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അത്ര പരിചയമുണ്ടാകാൻ വഴിയില്ല. കുറേ കാലങ്ങൾക്ക് മുൻപ് നമ്മുടെ മണിരത്നം എന്ന സംവിധായകനെ BBC അവർ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഈ മണിരത്നത്തിനെ സ്വാധീനിച്ച സംവിധായകരുടെ ഒരു ലിസ്റ്റ് മണിരത്നം പറഞ്ഞപ്പോൾ ആദ്യത്തെ പേര് പറഞ്ഞത് ഈ ജിജോ പുന്നൂസ് എന്ന പേരാണ്. അപ്പോൾ മനസ്സിലായല്ലോ ആള് പണ്ടൊരു പുലിയായിരുന്നു. 1982 പുറത്തിറങ്ങിയ പടയോട്ടം എന്ന സിനിമ സംവിധാനം ചെയ്തത് ഈ ജിജോയാണ്. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ 70mm സിനിമയായിരുന്നു ഈ പടയോട്ടം. അതുമാത്രമല്ല, സത്യം പറഞ്ഞാൽ മലയാളത്തിലെ ആദ്യത്തെ പാൻ ഇന്ത്യൻ സിനിമയും അല്ലെങ്കിൽ പാൻ സൗത്ത് സിനിമയും ഒക്കെ ആയിരുന്നു ഈ പടയോട്ടം. അതിനുശേഷം 1984 ഇന്ത്യയിലെ ആദ്യത്തെ 3D സിനിമ മൈ ഡിയർ കുട്ടിച്ചാത്തൻ, അത് സംവിധാനം ചെയ്തതും ഈ ജിജോയാണ്. നൂതനമായ സാങ്കേതിക വിദ്യകൾ മലയാള സിനിമയിൽ പ്രാവർത്തികമാക്കപ്പെട്ടത് ഈ ജിജോയുടെ പ്രയത്നഫലമായിട്ടാണ്. അതിനൂതന ശബ്ദ സംവിധാനം, ഈ DTS പോലെയുള്ളത് മലയാളത്തിൽ ആദ്യം പ്രയോഗിക്കപ്പെട്ടത് ഈ മൈ ഡിയർ കുട്ടിച്ചാത്തൻ 1997 രണ്ടാമത്തെ എഡിഷൻ അവതരിപ്പിക്കപ്പെട്ടപ്പോഴാണ്. ഈ മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ തിരക്കഥ രഘുനാഥ് പലേരിയായിരുന്നു. അത് ആ സിനിമയ്ക്ക് ഒരു മലയാളിത്വം സമ്മാനിച്ചു. മറ്റൊരു പരീക്ഷണ ചിത്രമായ പടയോട്ടം, മലയാളത്തിലെ ആദ്യത്തെ 70mm സിനിമ, അതിൻ്റെ കഥയും സത്യത്തിൽ ഒരു വിദേശി കഥയായിരുന്നു. പ്രശസ്ത ഫ്രഞ്ച് നാടകകൃത്തും നോവലിസ്റ്റുമൊക്കെ ആയിരുന്ന അലക്സാണ്ടർ ഡ്യൂമാസ് അദ്ദേഹം എഴുതിയ ദ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ, ഇത് പലരും വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ചില ഭാഗങ്ങളെങ്കിലും വായിച്ചിട്ടുള്ളവരുണ്ടാകും.
ആ നോവലാണ് ഈ പടയോട്ടം എന്ന സിനിമയുടെ കഥയ്ക്ക് പ്രേരണയായത്. എന്നാൽ ആ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത് എൻ ഗോവിന്ദൻകുട്ടിയാണ്. മലയാളത്തിലെ മിക്കവാറും ഈ വടക്കൻ പാട്ട് സിനിമകളെല്ലാം എഴുതിയത് ഈ ഗോവിന്ദൻകുട്ടിയും ശാരംഗപാണിയും മാറിയും തിരിഞ്ഞുമായിരുന്നു എന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞു വന്നത്, കഥ എവിടെ നിന്നായാലും ആ കഥയെ മലയാളത്തിലേക്ക് പറിച്ചു നട്ട് നനച്ചു വളർത്തിയെടുക്കാൻ മലയാളത്തിൻ്റെ മനസ്സറിയാവുന്ന ഒരു നല്ല കഥാകൃത്തിൻ്റെ ആവശ്യമുണ്ട് എപ്പോഴും. ആ ഒരു കുറവുണ്ട് ബാറോസ് എന്ന സിനിമയ്ക്ക്. അത് ഒരു ചെറിയ കുറവല്ല. ആദ്യത്തെ 3D സിനിമയുടെ കഥ തേടി നടക്കുമ്പോൾ, ഈ മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ കഥ അത് തേടി നടക്കുമ്പോൾ, അന്നത്തെ ഗവേഷണങ്ങളിൽ കേരളത്തിൽ പ്രചാരത്തിലുള്ള ഒരു മിത്ത് ഈ ജിജോയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ മിത്താണ് കാപ്പിരി മുത്തപ്പൻ. കൊച്ചിക്കാർക്ക് പലർക്കും ഈ കാപ്പിരി മുത്തപ്പൻ എന്ന ദൈവസങ്കല്പം അറിയാം എന്നാണ് ഞാൻ കരുതുന്നത്. കൊച്ചിയിലെ വിവിധ പ്രദേശങ്ങളിൽ കാപ്പിരി മുത്തപ്പൻ എന്ന ആരാധനാമൂർത്തിയുടെ സങ്കേതങ്ങൾ ഉണ്ട്. അത് വിശാലമായൊരു വിഷയമായതിനാൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പോർച്ചുഗീസുകാർ കച്ചവടത്തിനും മറ്റുമായി ഊരു ചുറ്റുന്ന കാലത്ത് അവർ ആഫ്രിക്കൻ വംശജരായ ആളുകളെ അടിമകളാക്കി കൊണ്ടു നടന്നിരുന്നു. ഈ ആഫ്രിക്കൻ വംശജരായിട്ടുള്ള ഒരു വിഭാഗം ആളുകളെ അന്ന് കാഫിർ അല്ലെങ്കിൽ അവിശ്വാസികൾ, അങ്ങനെ അർത്ഥം വരുന്ന കാഫിർ എന്നാണ് വിളിച്ചിരുന്നത്. ഈ കാഫിർ എന്ന പേരാണ് കാപ്പിരി എന്നായി മാറിയത് എന്നും പറയപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള അടിമകൾ പോർച്ചുഗീസുകാരോടൊപ്പം നമ്മുടെ കേരളത്തിൽ കൊച്ചിയിലും വന്ന് കയറി. അടിമകൾ എന്ന നിലയിൽ എല്ലാത്തരം ജോലികളും അവർ ചെയ്യാറുണ്ട്. ആ വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു മിത്താണ് ഈ കാപ്പിരി മുത്തപ്പൻ. വിദേശികളായി ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് പല സന്ദർഭങ്ങളിലും അവിചാരിതമായി പല കാരണങ്ങൾ കൊണ്ടും ഇവിടം വിട്ട് സ്വന്തം നാട്ടിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടാകാം. അങ്ങനെ പോകേണ്ടി വരുമ്പോൾ അവരുടെ കൈവശമുള്ള സ്വത്തുക്കളെല്ലാം കൂടെ ഈ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒന്നും കഴിയില്ല. അതൊക്കെ രത്നങ്ങളായും സ്വർണങ്ങളായും ഈ നാണയങ്ങളായും എല്ലാം ഒരിടത്ത് ആരും അറിയാതെ സൂക്ഷിക്കുകയും ആ സ്വത്തിൻ്റെ കാവൽക്കാരായി ചില ഭൂതങ്ങളെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. അത് ഒരു വിശ്വാസമാണ്. അപ്പോൾ ഈ ഭൂതങ്ങൾ ആരാണെന്നറിയാവോ? ഈ ആഫ്രിക്കൻ വംശജരായ അടിമകളെ കൊന്ന് അവരുടെ ഭൗതിക ശരീരത്തിൽ ചില ദുർമന്ത്രതന്ത്രങ്ങളെല്ലാം പ്രയോഗിച്ച് ആ അടിമയെ ഒരു ഭൂതമാക്കി മാറ്റി ഈ നിധിയുടെ കാവൽക്കാരനാക്കിയെടുക്കുന്നു. അത്തരത്തിൽ നിധി കാക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു ഭൂതമാണ്, ഒരു മിത്തിക്കൽ കഥാപാത്രമാണ് ബാറോസ്. സത്യത്തിൽ നിധി കാക്കുന്ന ഒരു ഭൂതത്തിൻ്റെ കഥയാണ് ആദ്യം ജിജോ ഈ മൈ ഡിയർ കുട്ടിച്ചാത്തന് പകരം അന്ന് ചെയ്യാൻ തീരുമാനിച്ചത്. ഈ മൈ ഡിയർ കുട്ടിച്ചാത്തനെല്ലാം പുറത്തു വന്നതിന് ശേഷവും ജിജോയുടെ മനസ്സിൽ ഈ കാപ്പിരി മുത്തപ്പൻ എന്ന മിത്ത് മാഞ്ഞു പോകാതെ കിടന്നു. ഒരിക്കൽ മറ്റൊരു ഡോക്യുമെൻ്ററിയുടെ ചിത്രീകരണത്തിന് വേണ്ടി കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ എത്തിയപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ നടുക്ക് ഒരു കുറ്റിയിൽ കയറിയിരിക്കുന്ന ഒരു മനുഷ്യരൂപം ജിജോ കണ്ടു എന്ന് പറയുന്നു. ആ മനുഷ്യനെ ഇടയ്ക്ക് 10-12 വയസ്സുള്ള ഒരു പെൺകുട്ടി മതിലിന് മുകളിലും മരത്തിൻ്റെ മുകളിലും എല്ലാം കാണുന്നു എന്ന ഒരു ഇൻഫർമേഷനിൽ നിന്നും ഒരു കഥ ജിജോ രൂപപ്പെടുത്തുന്നു. അങ്ങനെ രൂപപ്പെട്ട കഥയിലേക്ക് നമ്മുടെ വാസ്കോ ഡ ഗാമയുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്ന ബാറോസ് എന്ന അടിമയുടെ റെഫറൻസ് കൂടി ചേർത്തപ്പോൾ അത് ഒരു വിശാലമായ കഥയായി രൂപപ്പെടും. ജിജോയുടെ മനസ്സിൽ ഈ കഥ രൂപപ്പെടുമ്പോൾ തന്നെ, ആ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ മോഹൻലാലും സംവിധായകനായിട്ടുള്ള ചലച്ചിത്ര സംവിധായകനായ TK രാജീവ് കുമാർ ചേർന്ന് ഒരു നാടകം ചെയ്യാൻ തീരുമാനിച്ച് അതിൻ്റെ ചർച്ച നടക്കുന്ന കാലമായിരുന്നു. നാടകം എന്ന് വെച്ചാൽ വെറും നാടകമല്ല, ഒരു 3D നാടകം. അതിൻ്റെ കഥയായി പരിഗണിക്കാൻ ഈ ഭൂതം കഥ വന്നു കയറിയപ്പോൾ അത് പിന്നീട് സിനിമയായി വികസിച്ചു. ആദ്യം അത് സംവിധാനം ചെയ്യാൻ ജിജോയെ തീരുമാനിക്കുന്നു. എന്നാൽ ജിജോ അതിൽ നിന്ന് ചില കാരണങ്ങൾ കൊണ്ട് പിന്മാറും. ചുരുക്കം സമയത്തിനുള്ളിൽ നിരവധി സംവിധായകരെ ആലോചിച്ച് ഒടുവിൽ ശരവേഗത്തിൽ ആ ഉത്തരവാദിത്വം മോഹൻലാൽ ഏറ്റെടുക്കുന്നു. പിന്നെ ചരിത്രം ആരംഭിക്കുന്നു, ബാറോസിൻ്റെ ചരിത്രം. ഗംഭീരമായൊരു 3D അനുഭവം എന്നതാണ് ഈ സിനിമയെ പറ്റിയുള്ള ആദ്യ പ്രതികരണം. അത് അംഗീകരിക്കേണ്ടതാണ്. കാരണം ഈ സിനിമ 2D കൺവെർട്ടഡ് 3D അല്ല, 3Dയിൽ തന്നെ ഷൂട്ട് ചെയ്തതാണ്. അത് സാധാരണമായൊരു പ്രയത്നവുമല്ല. അതിഗംഭീരമായൊരു തിയേറ്റർ അനുഭവമാണ് ഈ ബാറോസ് നമുക്ക് നൽകുന്നത്. നല്ലൊരു കയ്യടി കൊടുക്കേണ്ട അനുഭവം. ആ അനുഭവം ചൂടോടെ അനുഭവിച്ചു എന്നറിയാൻ എത്രയും വേഗം നിങ്ങൾ അടുത്തുള്ള ഏറ്റവും നല്ല തിയേറ്ററിൽ പോയി ബാറോസ് കാണുക. കാണുമ്പോൾ 3Dയിൽ തന്നെ കാണുക.
മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും നാളെ ഇതേ സമയം കാണാം. അതുവരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു.